എവ്രിവൺ, എൻ്റെ പേര് അസീന അസ്ലം. ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. സോ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അസീന അസ്ലം. ഞാൻ യു കെയിലെ BPP യൂണിവേഴ്സിറ്റി മാഞ്ചസ്റ്ററിലാണ് പഠിക്കുന്നത്. MSc മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണ്. നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്. ഞാൻ 2024 മെയ് ഇൻടേക്ക് ആയിരുന്നു. എൻ്റെ കോഴ്സ് ഇപ്പോൾ ഏകദേശം തീരാനായി. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കൾച്ചറൽ ഡിഫറൻസും അതുപോലെ തന്നെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നിലവിൽ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇനി തന്നെ ഉപകാരപ്രദമാവും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംസാര രീതി തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരേലും എന്തേലും കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുക എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോട് സോറി പറയും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വേറൊരാൾ നമുക്ക് ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് താങ്ക് യും പറയും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇവർ പറയണതിൻ്റെ അളവിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു സോറിയും അതുപോലെ തന്നെ താങ്ക് യും പറയും. നമ്മൾ ആദ്യം വന്നിട്ട് ഇവിടെ ഫസ്റ്റ് അത് കാണുമ്പോൾ ഇവരിപ്പോൾ എന്തിനാ എങ്ങനെ പറയണം, നമ്മൾ അതിന് മാത്രം അവർക്കൊന്നും ചെയ്തില്ലല്ലോ, അതല്ലെങ്കിൽ ഇവർ കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് പറഞ്ഞാൽ ഇത് ഇവരുടെ കൾച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. നമ്മുടെ സംസാര രീതി വെച്ച് നോക്കുമ്പോൾ ഇവർ കുറച്ചും കൂടി പൊളൈറ്റാണ്, കുറച്ചും കൂടി സൗമ്യമായ രീതിയിലാണ് നമ്മളോട് പെരുമാറുക. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് പെരുമാറണ പോലെ തന്നെ നമ്മൾ തിരിച്ച് അവരോട് ഇതുപോലെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും നമ്മൾ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി വരെ അത് വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യും. സോ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ആദ്യം അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഭാഷയിലുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ എന്തായാലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഓരോ ജില്ലക്കാർക്കും അതിൻ്റേതായ ഒരു ഭാഷാ ശൈലിയിൽ വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾക്കും അതുപോലെ തന്നെയുള്ള ഭാഷയിലുള്ള ശൈലിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് UK ലിവർപൂൾ സൈഡാണ്. അപ്പോൾ ഇവിടെ സ്കൗസ് എന്ന് പറയണ ഒരു ഭാഷാ ശൈലിയാണ് ഇംഗ്ലീഷിൽ അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി ഉള്ളത് മാഞ്ചസ്റ്ററാണ്. അപ്പോൾ അവിടെ വേറൊരു സംസാര രീതി ശൈലിയാണ് അവർക്ക് അവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് ഞാൻ ജോലി ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ്. അതും വേറൊരു രീതിയിലാണ്. അപ്പോൾ ഈ 3 സ്ഥലത്തത്തെ ഒരു വ്യത്യാസം എനിക്ക് വന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത് യൂസ് ചെയ്ത് വരുമ്പോൾ കേട്ട് കേട്ട് പിന്നെ അത് ശരിയായിക്കോളും. വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നീട് കുഴപ്പമില്ലാണ്ട് അതിനോട് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണത്. പിന്നെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BRP കാർഡും അതുപോലെ തന്നെ ടേം ലെറ്ററും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുക പാർട്ട് ടൈം ജോബാണ്. അപ്പോൾ പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും NIയിൽ മാത്രം നോക്കുന്നത് വെച്ചെങ്കിൽ ലീഗലി മാത്രം വർക്ക് ചെയ്യുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് നമുക്ക് വീക്കിലി 20 ഹവേഴ്സാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുക, അതായത് 40 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുക. അല്ലാത്ത സമയത്ത് 20 മണിക്കൂർ. അതുപോലെ പെർ അവർ നമുക്ക് കിട്ടുന്ന മിനിമം വേജ് എന്ന് പറയുന്നത് 11.44 പൗണ്ടാണ് ഒരു മണിക്കൂറിന് കിട്ടുക. അപ്പോൾ ഈ രീതിയിലുള്ള മാത്രം ജോലികൾ ചെയ്യുക. അപ്പോൾ ചില സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ് കിട്ടാണ്ട് വരുമ്പോഴും അതുപോലെ തന്നെ കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലും ഇവർ കൂടുതൽ അനുവദിച്ചതിനേക്കാളും കൂടുതൽ സമയം ജോലി ചെയ്യും. അതുപോലെ തന്നെ ചില എംപ്ലോയീസ് മുതലെടുപ്പ് എന്നുള്ള രീതിയിൽ കൂടുതൽ മണിക്കൂറുകൾ കുറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം വേജിന് താഴെ ശമ്പളത്തിന് ജോലി ചെയ്യിപ്പിക്കും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോം ഓഫീസിൻ്റെ ശ്രദ്ധയിൽ ഉൾപ്പെടുക, അതുപോലെ തന്നെ പിടിക്കപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പോർട്ട് ചെയ്യാൻ വളരെയധികം സാധ്യത ഉണ്ട്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളും വളരെയധികം കെയർഫുൾ ആവുക. പിന്നെ പറയാനുള്ളത് UK അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു വിദേശ രാജ്യത്തേക്കും കുടിയേറുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി, PR, അതല്ല സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു കുറുക്ക് വഴി എന്നുള്ള രീതിയിൽ അതല്ല പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പലരും ഇവിടുത്തെ റെസിഡൻസിനെ കല്യാണം കഴിക്കലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് മാത്രമല്ല, സിൻസിയർ ആയിട്ടുള്ള രീതിയിൽ മാത്രം അങ്ങനെയൊക്കെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലേക്കാവും നിങ്ങൾ പോയി പെടുക. അപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയുടെ അയാൾ അനുഭവിച്ച അല്ലെങ്കിൽ അയാൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
പലരും ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ അതുപോലെ തന്നെ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എനിക്ക് നേരിട്ടറിയാവുന്ന സംഭവം ആയതുകൊണ്ട് ഞാനിത് പറയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടുകാരനല്ല, നമ്മുടെ അയൽ രാജ്യക്കാരനാണ്. 10-29 വയസ്സിന് മുകളിൽ കുറച്ച് പ്രായമുള്ള ഒരാൾ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണെങ്കിലും അത്ര ചെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് പാസ് ഔട്ട് ആകുമ്പോൾ 20 വയസ്സ്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് പാസ് ഔട്ട് ആകുമ്പോൾ 22-23 വയസ്സാണ് മിനിമം ഉണ്ടാവല്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രോഡ് എഡ്യൂക്കേഷന് വരുന്ന പല സ്റ്റുഡൻസിനും കുറച്ചും കൂടി ഏജ്ഡ് ആയിരിക്കും. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാനുൾപ്പെടെ പിന്നെ വേറൊരു കുട്ടിയും മാത്രമാണ് 22. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് 21 വയസ്സാണ്. ഇപ്പോൾ 22ആയി. വരുമ്പോൾ 21 വയസ്സായിരുന്നു. ആ ഏജിലുണ്ടായിരുന്ന ഞാനും പിന്നെ ഒരു ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും 28, 29 ആ റേഞ്ചിൽ കുറച്ച് നല്ല ഏജ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. സ്റ്റുഡൻറ് ലൈഫിൽ ഏജാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് പ്രായം കൂടിയെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ വ്യക്തി അതുപോലെ തന്നെ 29 വയസ്സ്, 28 വയസ്സ് ആ റേഞ്ചായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി ഒരു കുട്ടീനെ കണ്ട് പരിചയപ്പെടുകയും അതുപോലെ തന്നെ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ചാറ്റിങ്ങിൻ്റെ ഒരു നിലവാരത്തിൽ ഒരു അപ്പുറത്തെ ഒരു ഇതിൽ പോയപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ അണ്ടർ ഏജ് ആണ്, എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് ആ കുട്ടി പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് റിപ്ലൈ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയല്ല, അത് കുഴപ്പമില്ല, അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല എന്നുള്ള രീതിയിൽ ഇയാൾ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, അയാൾ കെയർഫുൾ അല്ല, പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഇയാൾ തിരിച്ചു പറഞ്ഞു. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും യഥാർത്ഥത്തിലൊരു പെൺകുട്ടി ആയിരുന്നില്ല. അത് ഇവിടുത്തെ ഗവൺമെൻറ് കുറ്റകൃത്യങ്ങൾ തടയാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു സജ്ജീകരണം മാത്രമായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ പരിണിത ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിനെ ഡീപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ അയാളെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വിദേശ രാജ്യത്ത് നമുക്ക് വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് വളരെയധികം സാമ്പത്തികമായിട്ട് ചിലവുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇത് കണക്കനുസരിച്ചിട്ട് ഒരു പൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 105 രൂപ 104 രൂപ നമ്മുടെ നാട്ടിലത്തെ INR കൊടുത്താൽ മാത്രമാണ് നമ്മൾക്ക് ഒരു പൗണ്ട് ഇവിടെ കിട്ടുള്ളൂ. അയാളെ രാജ്യത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 350 രൂപയുടെ മുകളിൽ കൊടുക്കണം അവരെ ഒരു പൗണ്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ അത്രയും ഒരു ഭീമമായ തുക തന്നെയാണ് ഇവിടെ ഫീസ് ഇനത്തിൽ ഒരാൾ അടച്ചിട്ടുണ്ടാവും. 14,000 പൗണ്ടിൻ്റെ മുകളിൽ ഇടയ്ക്ക് അതിൻ്റെ അടുത്തൊക്കെ ഫീസ് വരുന്നുണ്ട്. ഒരു 1 ഇയർ കോഴ്സിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് കൊടുക്കണം. അപ്പം അത്രയും പൈസ മുഴുവനായിട്ടും പോയി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ജോലിക്ക് വിദേശ രാജ്യങ്ങളിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ വിസ റിജക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ സഹിതം നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ റഫറൻസിനെയൊക്കെ അത് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഈ പെരുമാറ്റം നമ്മുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. അതല്ല, നല്ല രീതിക്ക് ഇവിടെ നിന്നിട്ട് നല്ല പഠിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബാധ്യതകളും തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ തന്നെ നല്ല പേഴ്സണൽ ലൈഫ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് നല്ല രീതിയിൽ മാത്രം എല്ലാം വിനിയോഗിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ നല്ല രീതിയിൽ ഒരു കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിന് വേഗം പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ വീഡിയോസിന് അതുപോലെ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.